നമസ്കാരം. മുംബൈ പൈഥുനിയിലെ ദൊഗാഡിയ കുടുംബത്തിന്റെ പ്രതീക്ഷിത മരണം ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വെറുമൊരു തണ്ണിമത്തൻ കഴിച്ചതിലൂടെ 4 പേർ മരിച്ചു എന്ന പ്രാഥമിക നിഗമനങ്ങൾ മാറി മറിയുകയാണ്. JJ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് കണ്ടെത്തലുകളും പുറത്തുവരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുംബൈയിലെ ഹൃദയഭാഗമായ പൈഥുനിയിൽ ഒരു രാത്രി കൊണ്ടില്ലാതായത് ഒരു കുടുംബത്തിലെ 4 ജീവനുകളാണ്. അബ്ദുള്ള ദൊഗാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ ആയിഷ, സൈനബ് എന്നിവർ ഒരേ സമയം മരണത്തിന് കീഴടങ്ങിയത് നഗരത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. ആദ്യം ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയ കേസ് ഇപ്പോൾ അതീവ ഗൗരവമുള്ള ഒരു ക്രിമിനൽ അന്വേഷണമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ കേസിൽ മെഡിക്കൽ വിദഗ്ധരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് മരണപ്പെട്ടവരുടെ ആന്തരികാവയവങ്ങളുടെ നിറവ്യത്യാസമാണ്. തലച്ചോറ്, ഹൃദയം, കുടൽ എന്നിവ വിചിത്രമായ രീതിയിൽ പച്ച നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. സാധാരണ ഭക്ഷ്യവിഷബാധയിലോ അണുബാധയിലോ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. വ്യാവസായിക രാസവസ്തുക്കളുടെയോ മാരകമായ വിഷാംശമുള്ള സൈനോബയോട്ടിക്സുകളുടെയോ സാന്നിധ്യമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അബ്ദുള്ളയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിന്റെ അംശമാണ്. ആശുപത്രികളിൽ മാത്രം നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന ഈ ശക്തമായ വേദന സംഹാരി എങ്ങനെ കുടുംബത്തിന്റെ ഭക്ഷണത്തിലെത്തി? ഇത് ബോധപൂർവം നൽകിയതാണോ എന്ന ചോദ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഈ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് 2019 ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിലാണ്. ഈ കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു അബ്ദുള്ള ദൊഗാഡിയ. 2026 നടക്കാനിരുന്ന വിചാരണയ്ക്ക് മുൻപായി സാക്ഷിയെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ എതിരാളികൾ നടത്തിയ നീക്കമാണോ ഇത്? പോലീസ് ഈ വശം ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുടുംബത്തിന്റെ ഈ തണ്ണിമത്തൻ വിറ്റ കച്ചവടക്കാരനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. FTAയുടെയും പോലീസിനെയും കണ്ണുവെട്ടിച്ച് ഇയാൾ എവിടെ പോയി എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. തണ്ണിമത്തനിൽ സിറിഞ്ച് വഴി വിഷം കുത്തിവെച്ചിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കലിന ഫോറൻസിക് ലാബിൽ നിന്നുള്ള അന്തിമ വിസറ റിപ്പോർട്ടിനായി മുംബൈ നഗരം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലെ പഴവിപണികളിൽ തണ്ണിമത്തൻ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഇത് അബദ്ധമായി സംഭവിച്ച ഒരു ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി നൽകുന്നത്. ഈ മരണങ്ങൾ കേവലം യാദൃശ്ചികമല്ലെന്ന് ഉറപ്പിക്കുന്ന കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തണ്ണിമത്തൻ ഒരു മറയാക്കി മാറ്റിയ പെർഫെക്റ്റ് മർഡർ ആണോ ഇത്? അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന പുതിയ കണ്ടെത്തലുകൾക്ക് ഇങ്ങനെയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ശരീരത്തിനുള്ളിലെ രാസപ്രവർത്തനം വെറുമൊരു വിഷബാധയല്ല. സെനോബയോട്ടിക്സ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിന് അന്യമായ വ്യാവസായിക സംയുക്തങ്ങൾ രക്തത്തിൽ കലർന്നതായാണ് സൂചന. മോർഫിൻ നൽകി ഇരകളെ അബോധാവസ്ഥയിലാക്കിയ ശേഷം മാരകമായ മറ്റൊരു രാസവസ്തു നൽകിയതാണോ എന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഇതായിരിക്കാം ചിലപ്പോൾ അവയവങ്ങൾ പെട്ടെന്ന് പച്ച നിറമാകുവാൻ കാരണമായത്. പൈഥുനിയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് ആ തണ്ണിമത്തൻ വാങ്ങിയ കൃത്യമായ സ്ഥലം കണ്ടെത്തുവാനും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദൊഗാഡിയ കുടുംബം പോയ വഴികളിലെ ചില CCTV ദൃശ്യങ്ങളൊക്കെ അവ്യക്തമായതും ചിലയിടങ്ങളിൽ ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. ഇത് തെളിവുകൾ നശിപ്പിക്കുവാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നും സംശയമേറുകയാണ്. 2019 റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് മുംബൈയിലെ പ്രബലരായ ചില വ്യക്തികളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ കേസിൽ അബ്ദുള്ള ദൊഗാഡിയ നൽകാനിരുന്ന മൊഴി പലരുടെയും ഭാവി തകർക്കുന്നതായിരുന്നു. കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിലൂടെ കേസിലെ ഏക സാക്ഷിയെ മാത്രമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളെയും ഇല്ലാതാക്കാനാണ് ഗൂഢാലോചനക്കാർ ശ്രമിച്ചത്. ഈ ദുരൂഹത നീങ്ങാത്തിടത്തോളം കാലം മുംബൈയിലെ പഴവിപണിയും സാധാരണ നിലയിലേക്ക് ആകില്ല. വാശി മൊത്ത വ്യാപാര മാർക്കറ്റിൽ പോലും തണ്ണിമത്തൻ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നഗരത്തിലുടനീളം പരിശോധന കർശനമാക്കിയിട്ടുണ്ടെങ്കിലും പൈഥുനിയിലെ ഈ പ്രത്യേക കേസ് ഒരു ഐസൊലേറ്റഡ് ടാർഗറ്റഡ് അറ്റാക്ക് ആണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നൽകുന്നത്. മുംബൈയിലെ അതിശക്തരായ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഇടപെടലിലാണ് ഈ കൂട്ടമരണത്തിന് പിന്നിലെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അബ്ദുള്ള ദൊഗാഡിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിൽ ഒരു കുടുംബം മുഴുവൻ ബലിയാടായതാണോ? അബ്ദുള്ള ദൊഗാഡിയ സാക്ഷിയായ ഈ കേസിലെ കോടികളുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉയർന്നിരിക്കുന്നത്. വിചാരണ അടുത്തിരിക്കെ മൊഴി മാറ്റുവാൻ അബ്ദുള്ളയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ച മൊഴികൾ പ്രകാരം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അബ്ദുള്ള വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതിഥികൾ പോകുന്നതുവരെ കാത്തിരിക്കുകയും കുടുംബാംഗങ്ങൾ മാത്രം കഴിക്കാൻ സാധ്യതയുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തുകയും ചെയ്ത രീതി നോക്കുമ്പോൾ വീടിനുള്ളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആരോ ഇതിന് പിന്നിലുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ട്. അബ്ദുള്ളയുടെ വീട്ടിൽ ആ രാത്രി എത്തിയവരുടെ പട്ടിക ക്രൈംബ്രാഞ്ച് വിശദമായിട്ടാണ് പരിശോധിക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങളുള്ള
മോർഫിൻ പോലുള്ള മരുന്നുകൾ മെഡിക്കൽ കുറിപ്പടിയില്ലാതെ ലഭിക്കില്ല. മുംബൈയിലെ ചില സ്വകാര്യ ആശുപത്രികളുമായും ഫാർമസികളുമായും ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ മരുന്ന് എത്തിച്ചു നൽകിയ മിഡിൽമാൻ പിടിയിലായാൽ ഗൂഢാലോചനയുടെ ചുരുളഴിയും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എങ്കിലും ഇത് ഉടൻ തന്നെ IPC 302 പ്രകാരം കൊലപാതക കേസായി മാറുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സൂചന നൽകി. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അബ്ദുള്ളയുടെ ബാങ്ക് ഇടപാടുകളും പഴയ ശത്രുതകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാന്തര അന്വേഷണം നടത്തുകയാണ്. മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു കേസ് സാധാരണക്കാരന്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ തണ്ണിമത്തൻ എന്ന ലളിതമായ ഫലത്തെ എങ്ങനെ ആയുധമാക്കിയെന്നത് ഏവരെയും ഞെട്ടിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായ ഡിജിറ്റൽ തെളിവുകളാണ് മുംബൈ സൈബർ സെല്ലും കണ്ടെത്തിയത്. തണ്ണിമത്തൻ വാങ്ങിയ സമയം മുതൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന നിമിഷം വരെ നടന്ന കാര്യങ്ങളിൽ വലിയ ദുരൂഹതകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവയവങ്ങൾ പച്ച നിറമാകാൻ കാരണമായ അപൂർവ രാസവസ്തുക്കളുടെയും മോർഫിന്റെയും ഉറവിടം കണ്ടെത്തുവാൻ പോലീസ് ഡാർക്ക് വെബ് ഇടപാടുകൾ നിരീക്ഷിച്ചു വരികയാണ്. സാധാരണ വിപണിയിൽ ലഭ്യമല്ലാത്ത ഇത്തരം മാരക വിഷാംശങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണോ എന്നും പ്രധാന സംശയമുണ്ട്. അബ്ദുള്ളയുടെ വീട്ടിലെ വൈഫൈ റൂട്ടറും ലാപ്ടോപ്പും പോലീസ് പരിശോധനയ്ക്കായി വിധേയമാക്കി. അബ്ദുള്ള നേരിട്ട് കടയിൽ പോയി വാങ്ങിയതാണോ അതോ ആരെങ്കിലും വീട്ടിൽ എത്തിച്ചു നൽകിയതാണോ എന്ന കാര്യത്തിലും ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. സംഭവ ദിവസം പുലർച്ചെ ദുഗാഡിയ കുടുംബത്തിന്റെ വീടിന് സമീപം കണ്ട ഒരു ബൈക്ക് യാത്രക്കാരനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഈ വ്യക്തി ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. കലീന ലാബിൽ നിന്നുള്ള പ്രാഥമിക സൂചനകൾ പ്രകാരം ഇവരുടെ ശ്വാസകോശത്തിൽ കടുത്ത നീർവീക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു വാതക രൂപത്തിലുള്ള വിഷമാണോ അതോ ഭക്ഷണത്തിൽ കലർത്തിയ ദ്രാവകമാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ വിപുലമായ പരിശോധനകൾ ആവശ്യമാണ്. സാധാരണ ഭക്ഷ്യവിഷബാധയിൽ ശ്വാസകോശത്തെ ഇത്ര വേഗത്തിൽ ബാധിക്കാറില്ല എന്നത് കൊലപാതക സിദ്ധാന്തത്തിന് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. അബ്ദുള്ള സാക്ഷിയായ റിയൽ എസ്റ്റേറ്റ് കേസിലെ പ്രതികൾക്ക് പുറമെ ആ കേസ് നിലനിൽക്കുന്നതിലൂടെ നഷ്ടമുണ്ടാകുന്ന മറ്റു ചില വമ്പൻ സ്രാവുകളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അബ്ദുള്ളയുടെ മരണശേഷം ആ കേസ് ദുർബലപ്പെടുമോ എന്ന നിയമപരമായ വശങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരുന്നു. മുംബൈ പൈഥുനിയിലെ ഈ വീട് ഇപ്പോൾ ഒരു കോട്ട പോലെ പോലീസ് കാവലിലാണ്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി വിഷം കലർത്താൻ കഴിയില്ല എന്നിരിക്കെ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലും തന്നെ ഈ ക്രൂരകൃത്യത്തിന് പങ്കാളിയാണോ എന്ന ഞെട്ടിക്കുന്ന ചോദ്യമാണ് ഉയർന്നത്. കലീന ഫോറൻസിക് ലാബിൽ നിന്നുള്ള അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ പുറത്തുവരും. ഈ അവയവങ്ങളെ പച്ചനിറമാക്കിയ ആ കെമിക്കൽ കോക്ടെയിൽ എന്താണെന്ന് തിരിച്ചറിയുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് പ്രതികളിലേക്ക് നേരിട്ടെത്തുവാൻ സാധിക്കും. മാരകമായ വ്യാവസായിക വിഷം തണ്ണിമത്തനിലൂടെയാണോ അതോ മറ്റ് പാനീയങ്ങളിലൂടെയാണോ നൽകിയതെന്നും ഇതോടെ വ്യക്തമാകും. 2019 വഞ്ചന കേസിലെ സാക്ഷികളെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. അബ്ദുള്ള ദൊഗാഡിയയ്ക്കും കുടുംബത്തിനുമുണ്ടായ ഈ ദുരന്തം ക്രിമിനൽ കേസുകളിലെ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യത കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് മുന്നിൽ നിയമ സംവിധാന ബദറിൽ നിന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ മുംബൈ പോലീസിനാണ്.